കർത്താവിന്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതെങ്കിൽ നമ്മളും ഇസ്രായേലാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യർ നോക്കുമ്പോൾ, പിശാച് നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ കുറ്റവും കുറവുകളും ഉണ്ട്. പക്ഷെങ്കിൽ നോക്കണമേ, നിന്റെ കുറ്റത്തെയും കുറവിനെയും പാപത്തെയും കഴുകി വെളിപ്പാക്കി ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ നിർത്തിയ ഒരു കർത്താവുണ്ട് കേട്ടോ. സ്തോത്രം നൽകുന്നു, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇസ്രായേലിന്റെ കരുതുന്ന ഒരു ദൈവം ഇന്ന് മുതൽ അകത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, അബ്രഹാമിന്റെ കൊച്ചുമകനായിരിക്കുന്ന യാക്കോബ് തന്റെ അമ്മയുടെ സഹോദരന്റെ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്. ജ്യേഷ്ഠ സഹോദരന്റെ ജ്യേഷ്ഠാവകാശം പായസം കൊടുത്ത് പിടിച്ചെടുത്ത് വാഗ്ദത്ത സമയം വരെ കാത്തു നിൽക്കുവാൻ കഴിയാതെ അമ്മയും മകനും കൂടെ തീരുമാനിച്ച് ഒരു ഉപായത്തിൽ കൂടെ, തന്ത്രത്തിൽ കൂടെ ജ്യേഷ്ഠാവകാശം പിടിച്ചെടുക്കുവാൻ ഇടയായി. നോക്കണമേ, അപ്പോൾ തന്റെ സഹോദരനായ ഏശാവ് അവനെ കൊല്ലാനായി വാളെടുത്തു. ഹല്ലേലൂയ, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ അയൽവക്കക്കാര് പറഞ്ഞതാണ്, അബ്രഹാം പിതാവിന്റെ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിന്റെ വീട്ടിന്റെ കൊലപാതകം നടക്കുന്നു അല്ലേ? സ്തോത്രം ചെയ്യുന്നു. ജ്യേഷ്ഠൻ അനിയനെ കൊല്ലാൻ വാളെടുക്കുന്നു. ദൈവ പദ്ധതി ഉള്ളവന്റെ ഭവനത്തിൽ കലക്കമുണ്ടാകും, പ്രതികൂലമുണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും. പക്ഷെങ്കിൽ നിന്നെ തകർത്ത് കളയുവാനല്ല, ദൈവം ആഗ്രഹിച്ച വാഗ്ദത്തത്തിലേക്ക് കടത്തുവാൻ സ്വർഗം നിന്നെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ശത്രുവിന്റെ ഏത് പദ്ധതികൾ കടന്നു വന്നാലും അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രതികൂലം വരട്ടെ, പ്രതിസന്ധി വരട്ടെ, ഈ ദിവസങ്ങളിൽ വാഗ്ദത്തത്തിലേക്ക് നടത്തുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ കഴിയും. അയൽവക്കക്കാര് പറഞ്ഞതാണ്, വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിന് വേണ്ടി തന്നെ കൊച്ചുമക്കൾ നമ്മൾ കൊലപാതകത്തിന് വേണ്ടി കൊല്ലാൻ വാളെടുത്തിരിക്കുന്നു. പക്ഷെങ്കിൽ പിശാച് നീ കൊല്ലാൻ പദ്ധതി ഒരുക്കിയാലും നിന്റെ പദ്ധതിക്കകത്ത് കർത്താവിന്റെ നിഗൂഢമായ, കർത്താവിന്റെ ഒരു രഹസ്യാജങ്ങളുണ്ട് കേട്ടോ. നീ കൊല്ലാൻ വാളെടുത്തെങ്കിൽ അതിനകത്തൊരു ദൈവിക പദ്ധതിയുണ്ട്. കാരണം യാക്കോബേ, വാഗ്ദത്തത്തിലേക്ക് നീ കടക്കണമെങ്കിൽ, ഇസ്രായേലേ നീ വാഗ്ദത്തത്തിലേക്ക് കടക്കണമെങ്കിൽ വാളെടുത്താലേ പറ്റത്തുള്ളൂ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മകളെ ഏശാവ് യാക്കോബിനെ കൊല്ലാൻ വാളെടുത്തത് കൊണ്ട് അപ്പനും അമ്മയും യാക്കോബിനെ തന്റെ സഹോദരന്റെ ഭവനത്തിലേക്ക് അയച്ചത്. ഇല്ലെങ്കിൽ അയക്കത്തില്ല. വാഗ്ദത്തം വെളിപ്പെടുത്താൻ വേണ്ടി. അങ്ങനെയെങ്കിൽ നിന്റെ വാഗ്ദത്തം വെളിപ്പെടുത്തത്തില്ലെന്ന് പറഞ്ഞ് ശത്രുവിനെതിരെ ആയുധമായി കടന്നു വരുമ്പോൾ നീ ഭയപ്പെട്ട് തളർന്നു പോകരുത്. നിന്നെ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ നീ ഭയപ്പെട്ട് തകർന്നു പോകരുത്. വാഗ്ദത്തം നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിൽ പദ്ധതിയുണ്ട്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ നിന്നും സമ്പത്തോടെ മടങ്ങി വരുമ്പോൾ പറഞ്ഞ ഒരു ഭാഗമുണ്ട്. കർത്താവേ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. കണ്ടോ, ഭൗതിക നന്മ എന്നെ അനുഗ്രഹമെന്ന് മനസ്സിലാക്കി യാക്കോബ് തനിക്കുള്ളവരെല്ലാം അക്കരയ്ക്ക് വെച്ചിട്ട് താൻ മാത്രം ശേഷിച്ചപ്പോൾ ദൂതൻ ഇങ്ങോട്ട് കയറി പിടിച്ചു. അങ്ങനെ നീ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയാൽ, നീ ദൈവസന്നിധിയിൽ ഇരുന്നാൽ ദൈവം നിന്നോട് സംസാരിക്കുവാനിടയാകും. അവൻ പറയുക, യാക്കോബ് പറയുക, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ ദൂതനുമായി മല്ല് പിടിച്ചു, വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. പോരാടി പ്രാർത്ഥിക്കാനിടയായി, പോരാടുവാനിടയായി. ഉഷസെത്താറായപ്പോൾ ദൂതൻ പറഞ്ഞു, എന്നെ വിട്, എനിക്ക് പോകണം. ഉഷസെത്താറായി പറയുക, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. എന്നിട്ട് ചോദിച്ച കാര്യമുണ്ട്, നിന്റെ പേരെന്താ? ദൈവത്തിന് യാക്കോബിന്റെ പേരറിയാഞ്ഞിട്ടല്ല,
നിന്നെ കൊണ്ട് പറയിപ്പിക്കാനാണ്. അങ്ങനെയെങ്കിൽ ആകെ യാക്കോബ് നാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് മുതൽ നീ യാക്കോബല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. നീ ഇസ്രായേലാകും. ഇസ്രായേലായപ്പോൾ യാക്കോബിന്റെ സ്വഭാവം എല്ലാം മാറിപ്പോയി. ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് ഇന്ന് മുതൽ നിന്റെ പേര് യാക്കോബല്ല, യാക്കോബല്ല, ഇസ്രായേലായി തീരും. പറയാൻ കഴിയും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യാക്കോബിന്റെ സ്വഭാവമെല്ലാം മാറിപ്പോകട്ടെ. ദൈവത്തോട് നീ മല്ല് പിടിച്ചാൽ നിന്റെ സ്വഭാവം മാറും. ദൈവസന്നിധിയിൽ ഇരുന്നാൽ നിന്റെ സ്വഭാവം മാറും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നീ ആള് മാറിയവരെ പോലെ നിന്നെ മാറ്റുവാൻ കഴിവുള്ള ദൈവമാണ്. ആ ദൈവത്തെയോ നീ സേവിക്കുന്നത്. എത്ര പേർ പറയാൻ കഴിയോ? ഇന്ന് പകലിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും?